ഒരു നോക്ക് കണ്ടോളൂ, ചിരിക്കരുതേ. തോറ്റതിന്റെ പ്രധാന കാരണം നിങ്ങളോടുള്ള ദേഷ്യം. ഇത് എന്നെ ഉദ്ദേശം, എന്നെ തന്നെ ഉദ്ദേശം, എന്നെ മാത്രം ഉദ്ദേശം. 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കുടുംബഭരണം. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. വീണ്ടും നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. എന്തിനാണെന്ന് അറിയാമോ? നിങ്ങളെ കളിയാക്കി സംസാരിക്കണതാണ്. നിങ്ങൾക്കൊരു വിലയില്ല. പുറത്ത് ആളുകൾ വെയിറ്റ് ചെയ്യാൻ എന്താ തീരുമാനം അറിയാൻ വേണ്ടി പടം വെച്ചാൽ ശീതളേട്ടൻ, അപ്പൊ ശീതളേട്ടൻ തന്നെ കാരണവരാവണം. അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. അതിന് പ്രാപ്തൻ സത്യേട്ടനാണ്. ഞാൻ കളി വിട്ട് എന്ത് നിങ്ങൾ എനിക്ക് ചാമ്പ്യാന്ന് എനിക്ക് മനസ്സിലായി. ഞാനാകണയിൽ വല്ല വിരോധം ഉണ്ടെങ്കിൽ സന്തോഷായി, നല്ല സന്തോഷായി. കുടുംബത്തെ സത്യേട്ടൻ ധീരതയോടെ ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. നമ്മുടെ ദയനീയ തോൽവി ഓർത്തൊന്ന് സങ്കടപ്പെടാനുള്ള അവസരം പോലും ഈ ദുഷ്ടന്മാര് തരണം. നമ്മുടെ തറവാട്ടിലെ കാരണം വരെ ഇന്ന് തെരഞ്ഞെടുക്കും. ഇത് പറയാൻ തുടങ്ങി എത്ര ദിവസമായി? കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ആൾക്കാർ മുഴുവൻ ചോദിക്കാണ് കാരണവരായില്ലേ, കാരണവരായില്ലേ. ഹൈമുത്തശ്ശിന്റെ അടുത്ത് പോകുന്നുണ്ട് 3 ആളും. അതോടെ തീരുമാനമാവും. ഒരൊറ്റ മിനിറ്റ്. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. നമ്മളെ ചിരിപ്പിച്ച് എന്നെ നാറ്റിക്കരുത്. നാറ്റിക്കില്ല, നാറ്റിക്കില്ല. ആകെ നാറിയിരിക്കില്ല. പിന്നെന്തോ തിങ്കള് ചൊവ്വയ്ക്കിടണം, ബുധന് വ്യാഴം ഇടണം. ഇപ്പൊ ഞായറാഴ്ച ഒഴിവുണ്ടല്ലോ, ഞായറാഴ്ച എനിക്ക് ഉത്തിരുന്നൂടെ?